2 ദിവസം മുന്നേ ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ തന്നെ അതിനകത്ത് പറയുന്നുണ്ട് ഇതെല്ലാം ക്രിമിനൽ ആക്ടിവിറ്റീസ് ആണെന്ന് മിസ്റ്റർ സിദ്ദിഖ് പറയുന്നുണ്ട്. ഇത് ആരോട് ചെയ്താലും ഇതെല്ലാം ക്രിമിനൽ ആക്ടിവിറ്റീസ് ആണെന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്ത് വിളിക്കുമെന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം. അദ്ദേഹം ഇത് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ളത്, എനിക്ക് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി അതിന് ശേഷം കിട്ടിയിട്ടില്ല. എവിടെയെങ്കിലും വെച്ച് കാണുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അദ്ദേഹത്തിനോട് ചോദിക്കണം, ഈ ക്വസ്റ്റ്യൻ ചോദിക്കണം മുഖത്ത് നോക്കിയെന്ന് എനിക്കുണ്ടായിരുന്നു. നിങ്ങളൊരു ജെന്റിൽമാൻ ആണോ, അതോ നിങ്ങൾ പറഞ്ഞ പോലെ സോ കോൾഡ് ഒരു ക്രിമിനൽ പേഴ്സൺ ആയിരിക്കും? ബിക്കോസ് ക്രിമിനൽ ആക്ടിവിറ്റി ആണെന്ന് അത്രത്തോളം അറിയുന്ന പോലെ അദ്ദേഹം സംസാരിക്കുമ്പോൾ എന്നോട് ചെയ്ത ഓരോ ആക്ഷൻസും 1 by 1, അത്രയും ക്രൂരമായിട്ടുള്ള ആക്ഷൻസ് 1 by 1 പറയുകയാണെങ്കിൽ അപ്പം ഇതിന്റെ പുറകെ നടന്ന് എനിക്ക് വയ്യ എന്നുള്ളത് തന്നെയാണ്. പുറകെ നടന്നിട്ട് വലിയ കാര്യമില്ല. എന്താണ് ഇനി നെക്സ്റ്റ് ഇത്രയും റിപ്പോർട്ടൊക്കെ ഇപ്പോൾ വന്നില്ലേ, ഗവൺമെന്റ് എന്താണ് ചെയ്യാൻ പോകുന്നത് നമ്മളിനി നോക്കട്ടെ. ആ സമയത്ത് വളരെ പ്രായം കുറവാണ്. ഇദ്ദേഹം എന്നെ കോൺടാക്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ +2 കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത്, സ്കൂൾ ടൈമിൽ നിൽക്കുന്ന +2 കഴിഞ്ഞ് ഉള്ളൊരു ലീവ് ഉണ്ടല്ലോ, ആ സമയത്താണ് ഇദ്ദേഹത്തിന്റെ ഒരു അക്കൗണ്ടിൽ നിന്ന് എനിക്ക് മെസ്സേജ് വരുന്നത്. ലേറ്റർ ഓൺ ആണ് മനസ്സിലായത് ഓക്കെ അത് ഫേക്ക് അല്ല, അദ്ദേഹത്തിന്റെ അക്കൗണ്ട് തന്നെയാണ്. അതേ അക്കൗണ്ട് തന്നെയാണ് അദ്ദേഹം പല സ്ത്രീകളോടും സിമിലർ അപ്രോച്ച് കാണിക്കുന്നത് എന്നുള്ളത് പിന്നീട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ റെസ്പോൺസും ഇപ്പം നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന